ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പതിരിയാണെങ്കിലും അവൾ കള്ളം പറഞ്ഞു ഒപ്പിച്ചു. എന്ത് വന്നാലും അതിന് മുടക്കവും വരുത്തരുത് കേട്ടല്ലോ. ഉഫ്. കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് വൈദേഹി പറഞ്ഞപ്പോൾ ഉഷ പേടിച്ചു വരച്ചുകൊണ്ട് മറുപടി അറിഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ വൈദേഹി അവിടെ നിന്നും പോയി. ആ യക്ഷി പോയോ? പുറകിൽ നിന്നും സുജാതയുടെ അടക്കി പിടിച്ച ശബ്ദം കേട്ടപ്പോൾ പോയെന്ന് ഉഷയും പതുക്കെ പറഞ്ഞു. എന്നാലും അവിടെ ഒരു സാമർത്ഥ്യം നോക്കിയേ. എന്ത് ധൈര്യത്തിലാ അവൾ വന്ന് ചോദിക്കുന്നത്. ഇതെങ്ങാനും ആ സിദ്ധുമോനെ അറിഞ്ഞാലുള്ള അവസ്ഥ. സുജാത കഷ്ടം വെച്ച് പറഞ്ഞപ്പോൾ ഉഷയുടെ ചിന്ത അത് തന്നെയായിരുന്നു. മേഘ, ഇന്നലെ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? പ്രാതൽ കഴിക്കുന്ന നേരമാണ് സിദ്ധാർത്ഥ അവളോട് അത്ഭുതത്തോടെ ചോദിച്ചത്. എന്താ സിദ്ധേട്ടാ? അല്ല, അല്ലെങ്കിൽ ഇന്ന് രാത്രി നീ ഛർദ്ദിക്കാറുള്ളൂ അല്ലേ? ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. മേഘയെ അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച്. അല്ലെങ്കിൽ ഒരു 10-11 മണിയോട് കൂടി തുടങ്ങുന്നതാണ് മേളം. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ശരിയാണല്ലോ അമ്മ ഇത് കേട്ടോ, ഇന്നലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. മേഘ ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ രേണുക ചിരിച്ചു. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഇനിയൊരു കുഴപ്പമുണ്ടാവില്ലെന്ന്. ആ എന്താ നീ അങ്ങനെ പറഞ്ഞ്? കുട്ടിയെ എത്ര ഡോക്ടർമാരെ കാണിച്ചാ ആർക്കും എന്താണെന്ന് പോലും പറയാൻ പറ്റിയില്ല. പരമേശ്വരൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ രേണുക ഒന്ന് വിങ്ങിപ്പോയി. ആ അതോ, ഇന്നലെ അമ്പലത്തിലൊക്കെ പോയി ജപിച്ച് കിട്ടിയതല്ലേ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. എങ്ങും തൊടാതെ രേണുക പറഞ്ഞപ്പോൾ മേഘയും സിദ്ധാർത്ഥും അതത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പരമേശ്വരൻ ആ പറച്ചിലെന്തോ തൃപ്തികരോ തോന്നി. മക്കളുള്ളതിനാൽ അയാൾ അവിടെ വെച്ചൊന്നും ചോദിച്ചില്ല. ഭക്ഷണം കഴിഞ്ഞ് പോകാനായി ഇറങ്ങുന്ന നേരം അയാൾ രേണുകയെ മുറിയിലേക്ക് വിളിച്ചു. രേണു, 1-2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തോ നല്ല വിഷമമുണ്ട്. പിന്നെ നീ ഇത് മേഘയുടെ കാര്യം പറഞ്ഞെന്തോ ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്താ കാര്യം? എന്നോട് തുറന്നു പറ. പരമേശ്വരന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ രേണുക ഒന്ന് പരിങ്ങിയെങ്കിലും പുന്നാര മരുമകളുടെ സ്വഭാവത്തെയും കൂടി അറിയട്ടെ എന്ന് കരുതി രേണുക അതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവളെ ഇന്ന് ഞാൻ... കഥകളെല്ലാം കേട്ട പരമേശ്വരൻ ക്രോധം കൊണ്ട് വിറച്ചു. വൈദ്യയെ ചോദ്യം ചെയ്യാനായി പുറത്തേക്ക് പോകാൻ അയാളെ രേണുക പിടിച്ചു വെച്ചു. എങ്ങോട്ടാ നിങ്ങളെ ഓടുന്നത്? ഇപ്പോഴല്ല, മരുമകളെ നന്നാക്കാൻ നോക്കിണ്ട്. നേരത്തെ തറയിൽ കയറ്റി വെക്കുമ്പോൾ തന്നെ ആലോചിക്കണമായിരുന്നു. ഞാനെന്തെങ്കിലും പറഞ്ഞ അമ്മയ്ക്ക് പോലും പിടിക്കില്ലായിരുന്നു. ഇപ്പൊ എന്തായി? അവനിന്ന് പോകാൻ നിൽക്കുക. ഇനി അതിന്റെ ഇടയിൽ കൂടി ഇത് കേട്ട് കഴിഞ്ഞാൽ ആകെ ബഹളാവും. പിന്നെ നീ പറയുന്നത് എന്താ? അവനിത് അറിയിക്കാതെ വെക്കാനോ? അറിയിക്കണം, അല്ലെങ്കിൽ അവൾ ഇനി എന്തെങ്കിലും ചെയ്താലോ? സിദ്ധാർത്ഥിനെ അറിയിക്കാതിരിക്കുന്നതിൽ പരമേശ്വരന് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അറിയിക്കേട്ടാ, പക്ഷെ ഇപ്പോഴല്ല, അവൻ പോയി വരട്ടെ, ഒന്ന് സമാധാനാവട്ടെ, എന്നിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അവളുടെ കല്യാണം പെട്ടെന്ന് നടത്തണം. സിദ്ധുവിന്റെ പ്രായം തന്നെയല്ലേ അവൾക്കും. ഒരു കല്യാണം കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ ശരിയായിക്കോളും. പിന്നെ അവൾ അവളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോളും. പിന്നെ അവൾ നമ്മുടെ മക്കളെ ശല്യപ്പെടുത്താൻ വരാൻ പോകുന്നില്ല. ഭൈരവനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ബ്രോക്കറോട് വിവരം പറയാം. പക്ഷേ രേണു, ഈ കാര്യം വിട്ടുകളയരുത്. അങ്ങനെ അവൾ മിടിക്കാതിരിക്കാൻ പാടില്ലല്ലോ. ഏതായാലും നമ്മൾ ചോദിക്കണം, കേട്ടല്ലോ? അതൊക്കെ ചോദിക്കേട്ടാ, ഞാനതൊക്കെ വെറുതെ വിട്ടുകളയൊന്നുമില്ല. രേണുക ഉറപ്പോടെ പറഞ്ഞു. മക്കളെ, ഇന്നലെ ജീവന്റെ ഫൈനാൻസിന്റെ ഉദ്ഘാടനം. രേണുക പറഞ്ഞപ്പോഴാണ് മേഘക്കും സിദ്ധാർത്ഥിനും ആ കാര്യം ഓർമ്മ വന്നത്. ആ പയ്യൻ ഇവിടെ വരെ വന്ന് വിളിച്ചല്ലേ, പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവല്ലേ, രണ്ടാളൊന്ന് പോയിട്ട് പോയോ? മേഘയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി രേണുക പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ പോകുന്നില്ല, സിദ്ധുവേട്ടൻ വേണമെങ്കിൽ പോയിക്കോട്ടെ. മേഘ ഒഴിഞ്ഞു പറഞ്ഞു. എന്നാ നീ പോയിട്ട് വേണം, മോളും കൂടെ പോയിരുന്നെങ്കിൽ നന്നായേനെ. എനിക്കൊരു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ പോവാം. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് സിദ്ധാർത്ഥിന് ചെന്നൈക്ക് ട്രെയിന്. എന്താണ് ഒരു മൂടിക്കെട്ടല്? അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട, പിന്നെന്താ? എന്താണ് ഒരു മൂടിക്കെട്ടല്? അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട, പിന്നെന്താ? ജലഅഴികളിൽ മുഖം ചേർത്ത് എന്തോ ആലോചിച്ചിരിക്കുന്ന മേഘയോടായി സിദ്ധാർത്ഥ് വന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല സിദ്ധുവേട്ടാ, അവൻ്റെ ഒരു കാര്യത്തിന് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. വെറുപ്പോടെ മേഘ മുഖം കുടഞ്ഞപ്പോൾ ജീവൻ അവളോട് ചെയ്ത ചതിയോർത്തിട്ടാണ് അവളങ്ങനെ പറയുന്നതെന്നാണ് സിദ്ധാർത്ഥ് കരുതിയത്. പോട്ടെ, സാരമില്ല, അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്കായാലും നിനക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ച കാരണല്ലേ നമുക്കിപ്പോൾ ഒന്നുചേരാൻ കഴിഞ്ഞ്. സിദ്ധാർത്ഥ അവളെ തിരിച്ചിരുത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മേഘ, എന്തുപറ്റി? ഞാൻ സിദ്ധുവേട്ടനോട് പറയാത്തൊരു കാര്യമുണ്ട്. സിദ്ധുവേട്ടനോട് എന്നല്ല, ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൾ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിനോട് മുഖം കണ്ടപ്പോൾ മനസ്സിലായി. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്തായാലും എന്നോട് പറഞ്ഞു. മേഘ അപ്പോൾ കല്യാണ തലേ ദിവസം ജീവൻ തന്നെ ഉപദ്രവിക്കാവുന്ന കാര്യവും താൻ അവനെ അടിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞു. എല്ലാം കൂടെ കേട്ടപ്പോൾ സിദ്ധാർത്ഥ അവിടെ മേഘയുടെ പിടിവിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. സിദ്ധുവേട്ട എങ്ങോട്ടാ? അതുകൊള്ളാം, എന്റെ മേഘയോട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവനെന്ന് കാണെങ്കിലും വേണ്ടേ? വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. എന്നോട് സ്നേഹമുണ്ട് സിദ്ധുവേട്ടത്തിന് പുറകെയൊന്നും പോകരുത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എനിക്ക് അവനോട് എത്രമാത്രം വെറുപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോട് അവൻ ചെയ്തതിനൊക്കെ ഞാൻ അന്നേരം അവന് കൊടുത്തിട്ടുണ്ട്. മേഘ പിന്നെയും പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ അടങ്ങി നിന്നു. എന്നാലും ജീവൻ എപ്പോഴെങ്കിലും നേരിട്ട് കാണുന്ന അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു നിൽക്കുമ്പോൾ കണ്ടു വെള്ളയിൽ കറുത്ത പൂക്കളോട് കൂടിയ പട്ടുസാരിയും ധരിച്ച് മുടിയഴിച്ചിട്ട് അതിൽ നിറയെ പൂവും വെച്ചിറങ്ങുന്ന വൈദേഹിയെ.
ജീവന്റെ ഫൈനാൻസ് ഉദ്ഘാടനം ചെയ്യാനുള്ള പോക്കാണത്. പുറത്തു നിൽക്കുന്ന മേഘയെയും സിദ്ധാർത്ഥിനെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് വൈദേഹി കാറിൽ കയറിപ്പോയി. ആളുടെ പോക്കുണ്ടോ മേഘെ? അവന്റെ കയ്യിൽ നിന്ന് എന്തോ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന പറയാ. ആ, ഇങ്ങനെ പോയ വൈദേഹി ചേച്ചിക്ക് അടുത്തതിന് അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടും. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? ഒന്നുമില്ല, ഇപ്പൊ മറ്റവനായിട്ടുള്ള കൂട്ട്, അവിടെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സിദ്ധേട്ട എവിടെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയും സിദ്ധാർത്ഥ അതിനെ പറ്റിയൊന്നും ചോദിക്കണമെന്ന് കരുതി മേഘ പെട്ടെന്നതിന് വിഷയം മാറ്റിക്കൊണ്ട് അവനവിടുന്ന് കൊണ്ടുപോയി. ജീവന്റെ ഫൈനാൻസിൽ പറഞ്ഞതിൽ അരമണിക്കൂർ നേരത്തെയാണ് വൈദേഹി എത്തിയത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോമ്പൗണ്ടിലായിരുന്നു മണിമുറ്റത്ത് ഫൈനാൻസ്. കാറിൽ നിന്നിറങ്ങി വൈദേഹി അവിടെ ആഗമനം നോക്കി. 2 ആഴ്ച മുമ്പാണ് ഇവിടെ വന്ന്. അന്ന് ഇത്ര പൊലിമയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുറ്റത്ത് തന്നെ ചെറിയൊരു പൂന്തോട്ടം. ചുമരുകളിലും മറ്റുമൊക്കെയായി ഫൈനാൻസിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന കുറികളുടെയും മറ്റു സ്കീമുകളുടെയൊക്കെ പരസ്യത്തിന്റെ ഫ്ലക്സുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. കറുപ്പും ചുവപ്പും നിറത്തിലുള്ള പെയിന്റ് അടിച്ച ഭംഗിയുള്ള കെട്ടിടവും കറുപ്പും ചുവപ്പും തന്റെ സെലക്ഷൻ ആയിരുന്നു. ബലിരൂപിയുടെ ഇഷ്ടനിറം വൈദേഹി ഓർത്തു. അപ്പൊ വലിയ സെറ്റപ്പ് ഒക്കെയാണ്. ജീവനെ കുത്തുപാടെടുപ്പിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. സ്വയം പറഞ്ഞുകൊണ്ട് വൈദേഹി അവിടേക്ക് തന്നെ നോക്കി നിന്നു. അയ്യോ, മോളെത്തിയോ? പുറത്തേക്ക് എന്താ എടുക്കാവുന്ന സുമതി അപ്പോഴാണ് വൈദേഹി കണ്ടത്. എടാ ജീവ, ഒന്ന് ഇങ്ങോട്ട് വന്നേടാ, ദേ വൈദേഹി മോള് വന്നിരിക്കുന്നടാ. സുമതി ആർപ്പും വിളിയും കൂട്ടി. ഈ തണ എന്തിനിങ്ങനെ അരച്ചു പോകുന്നു? വൈദേഹി ചെറുതായി ദേഷ്യം വന്നു. എന്നാൽ അവളൊരു പുഞ്ചിരി മുഖത്തേക്ക് കൂട്ടിച്ച് സുമതിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയൊക്കെ എപ്പോ വന്നു? വൈദേഹിയുടെ അമ്മ വിളി കേട്ട് സുമതി വാനോളം ഉയർന്നു. കാലത്ത് വന്നാ മോളെ, ഇവിടെ ഓരോ നടക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവനെ സഹായിക്കണ്ടേ? ഒരുത്തി ഗർഭമുണ്ടെന്ന് പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അവൻ എന്റെ മോനായി പോയില്ലേ, ഞാൻ തന്നെ സഹായിച്ചു കൊടുക്കണ്ടേ? സുമതി അതിനിടയിലും ആവണിക്കിട്ട് കുത്തുന്ന കേട്ട് വൈദേഹി ഉള്ളിൽ ചിരിച്ചു. അപ്പോഴേക്കും ജീവനെവിടുന്നോ പറന്നു വന്നു. നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന പോലെ വൈറ്റ് കളർ ജീൻസും കറുപ്പ് ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. ഉദ്ഘാടന ദിവസമാകുമ്പോൾ 2 ആളും ഒരുപോലുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയണമെന്ന് വൈദേഹിയുടെ നിർബന്ധമായിരുന്നു. അതിന് 2 ആളും ഒരുമിച്ചാണ് ഡ്രസ്സുകൾ എടുത്തു. വൈദേഹി വെള്ളയും കറുപ്പ് നിറത്തിലുള്ള പട്ടുസാരിയും ജീവൻ വൈറ്റ് ജീൻസും കറുപ്പ് ഷർട്ടും. 2 ആളും പരസ്പരം നോക്കി കൂട്ടമായി ചിരിക്കുന്ന കണ്ടപ്പോൾ സുമതി അർത്ഥഗർഭമായി അവരെ നോക്കി. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ച്, 2 ആളും ഒരുപോലത്തെ ഉടുപ്പുകള്. വൈദേഹി ജീവനെ എന്തു പറയുന്നറിയാൻ സുമതി ഒന്ന് എറിഞ്ഞിട്ട് നോക്കി. ആ ശരിയാണല്ലോ. വൈദേഹി ഒന്നും അറിയാത്ത പോലെ ജീവനെ നോക്കി. അവൻ എങ്ങോ നോക്കി ചിരിക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ സുമതിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ കത്തി. കൊള്ളാം, 7-ത്തെ തമ്പുരാട്ടി, മറ്റവളേക്കാൾ 100 ഇരട്ടി ഭേദം. ഇവളെ കൂടെ കൂട്ടിയ പിന്നെ എന്റെ മോന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരുപാട് പണമുണ്ട് ഇവളുടെ കയ്യിൽ. അതുകൊണ്ടല്ലേ ചോദിച്ചപ്പോ തന്നെ 25 ലക്ഷം രൂപ എറിഞ്ഞിട്ട് കൊടുത്ത്. ഇവളെ കൂടെ കൂട്ടിയ എന്റെ മോന് രാജയോഗമായിരിക്കും, രാജയോഗം. സുമതി ചെറുതല്ലാത്ത രീതിയിൽ സ്വപ്നം കണ്ടു തുടങ്ങി. വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? വാ, അകത്തേക്ക് പോവാം, 10 നാട മുറിക്കുന്നുണ്ട്. വൈദേഹി അകത്തേക്ക് കൂടുന്നതിൽ ജീവൻ പറഞ്ഞു. അവരുടെ പിറകിലായി സുമതിയും ഉണ്ട്. അയ്യോ ജീവ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നാട് മുറിക്കാൻ ഞാനില്ല കേട്ടോ, വേറെ ആരെയോടെങ്കിലും ചെയ്യിപ്പിച്ചാൽ മതി. ഇല്ലില്ല, അത് പറ്റില്ല. എന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ വൈദേഹി. നീ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ നിലയിലേക്ക് എത്തുമായിരുന്നില്ല. നീ തന്നെ ചെയ്താൽ മതി. അയ്യോ വേണ്ട, അമ്മയുണ്ടല്ലോ, അമ്മയെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. വൈദേഹി സുമതിയും തട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോൾ എന്നെ ചെയ്താൽ മതി. ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സുമതി അങ്ങനെ പറഞ്ഞു. എന്നാലും ഒരെന്നാലുമില്ല, നീ തന്നെ ചെയ്താൽ മതി. ജീവൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ വൈദേഹി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളും സ്റ്റാഫുകളൊക്കെ ഉണ്ട്. വൈദേഹിയെ പറ്റി ജീവൻ പൊലിപ്പിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ എല്ലാവരും അവളെ കണ്ടപ്പോൾ ബഹുമാനപൂർവ്വം ചിരിച്ചു. തിരികെ വൈദേഹി. അപ്പോഴാണ് ഒരു മൂലയിലായി മാറി നിൽക്കുന്ന ആവണിയെ വൈദേഹി ശ്രദ്ധിച്ച്. വയറ് ചെറുതായി ഒന്ന് ഉയർന്നിട്ടുണ്ട്. ആവണിയും വൈദേഹി അപ്പോഴേക്കും കണ്ടിരുന്നു. ആവണിയുടെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ വൈദേഹിയുടെ മുഖമൊന്ന് മങ്ങി. ഇവളുണ്ടായിരുന്നോ? നേരത്തെ സുമതി പറഞ്ഞാണെങ്കിലും ജീവനെ തോണ്ടി ആവണിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് വൈദേഹി ചോദിച്ചു. കൂടെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഭാര്യയായി പോയില്ലേ, നാശം പിടിച്ചോളൂ. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ മോന്തയും കയറ്റിയുള്ള ഇരിപ്പ്. നീ അവളെന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ജീവൻ ആവണിയെ പോയി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജീനി വെള്ളവുമായി വന്നു. വൈദേഹിയോടൊന്ന് ചിരിച്ചെങ്കിലും ഒന്നും സംസാരിക്കാതെ ജീനി വെള്ളം കൊടുത്ത് അവിടെ നിന്നും പോയി. വൈദേഹി അപ്പോൾ തന്നെ അവളെ നോക്കി വെച്ചു. അഹങ്കാരി എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. 10 നാട് മുറിക്കാൻ എല്ലാവരും തയ്യാറായി വന്നു. വൈദേഹിയുടെ കയ്യിൽ കത്രി കൊടുത്ത് ജീവൻ അവിടെ അടുത്ത് തന്നെ നിന്നു. പെട്ടെന്ന് തന്നെ എല്ലാം നശിച്ച് വെണ്ണീറായി പോകണേ എന്ന പ്രാർത്ഥനയോടെ വൈദേഹി മണിമുറ്റം ഫൈനാൻസ് നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി. 2 നില കെട്ടിടമാണ്, മുകളിലേക്കുമുണ്ട്. ജീവൻ വൈദേഹിയും കൊണ്ട് തന്നെ ക്യാബിനിലേക്ക് കയറി. എന്നിട്ട് അവളെ പിടിച്ച് തന്റെ കസേരയിലേക്ക് ഇരുത്തി. എന്താ ജീവ ഇത്? പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൈദേഹി ചോദിച്ചു. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആദ്യം നീ തന്നെ ഇതിലേക്ക് കയറിയിരിക്കണമെന്ന്. ജീവൻ പുഞ്ചിരിയോടെ അവിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കൊള്ളാം, അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ, അതുകൊണ്ട് തന്നെ. അത് കേട്ടപ്പോൾ വശ്യമായി ചിരിച്ച വൈദേഹിയുടെ തുടുത്തുലർന്ന ചുവന്ന ചുണ്ടുകളിൽ തന്റെ തള്ളവിരൽ കൊണ്ട് ജീവൻ പതിയെ തഴുകി. അവന്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ട പോലെ വൈദേഹി കണ്ണുകൾ അടച്ചിരുന്നു.
ജീവന്റെ കൈകളുടെ സ്ഥാനം മാറി തുടങ്ങിയപ്പോൾ വൈദേഹി പതിയെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ജീവൻ കാര്യറിയാൻ നിന്നു. എന്തുപറ്റി വൈദേഹി? എന്തൊരു സങ്കടം പോലെ. ഏയ് ഒന്നുമില്ല ജീവ. അതീവ ദുഃഖത്തോടെ വൈദേഹി പറഞ്ഞപ്പോൾ ജീവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. അവളുടെ മുഖം തന്റെ കൈകളിലെടുത്ത് ഉയർത്തി. എന്തുപറ്റി വൈദേഹി? നീ എന്നോട് പറയില്ലേ? നിനക്കറിയാലോ ജീവ, എന്നെയും സിദ്ധാർത്ഥിന്റെയും കാര്യം. ഒരു കാര്യം വീണ് കിട്ടിയപ്പോൾ അവൻ എന്നെ ഒഴിവാക്കി. എന്നോട് അവന് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവളത്ത് ഇങ്ങനെ സ്നേഹിച്ച് നടക്കുമായിരുന്നു. ജീവൻ അത് കേട്ടപ്പോൾ ചെറുതായി ദേഷ്യം വന്നു. ഇവളെന്തിനാണ് ഇപ്പൊ അവന്റെ കാര്യം ഇവിടെ എടുത്തിരുന്നത്? ആ ദേഷ്യത്തോടെ തന്നെ ജീവൻ തന്റെ കൈകളോട് മുഖത്തുനിന്ന് എടുത്തപ്പോൾ വൈദേഹി അവന്റെ കൈകൾ പിടിച്ച് വീണ്ടും തന്റെ മുഖത്തോട് ചേർത്തു. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക്. അതൊന്നല്ല ഞാൻ പറയാൻ വന്ന്. സിദ്ധാർത്ഥ് പോണെങ്കിൽ പോട്ടെ, എനിക്കത് പുല്ല. എന്റെ പട്ടിക്ക് പോലും ഇനി അവനെ വേണ്ട. പിന്നെ എന്താ നിന്റെ പ്രശ്നം? പൊരിയൻ ചുളിച്ചുകൊണ്ട് ജീവൻ ചോദിച്ചു. അല്ല ജീവ, ഞാൻ എൻ്റെ വിധി ആലോചിക്കുകയായിരുന്നു. ആദ്യം സ്നേഹിച്ചവൻ അങ്ങനെ പോയി. ഇപ്പോഴാണെങ്കിൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ജീവനെ ഞാൻ സ്നേഹിച്ചു പോയി. പക്ഷെ ഞാൻ എത്ര സ്നേഹിച്ചാലും അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. എനിക്ക് ജീവനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഞാനൊരു ഭാഗ്യമില്ലാത്തവളാ. കുറച്ചു മുമ്പ് ഞാൻ ജീവനെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായി ലോകത്തെ ഏറ്റവും സന്തോഷവതിയും ഭാഗ്യവതിയൊക്കെ ഞാനാണെന്ന് വിചാരിച്ചേനെ. പക്ഷെ ഇപ്പോൾ ജീവൻ അത് കേട്ടപ്പോൾ ആവേശത്തോടെ അവൾ കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നെ, അതിനിപ്പോ എന്താടി? നീ എന്റെ രാജ്ഞിയല്ലേ? വൈദേഹി പണിപ്പെട്ട് തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ജീവന്റെ കൈകൾ അഴിച്ചെടുത്തു. വീട്ടിൽ ജീവ, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരിക്കലും ജീവൻ എന്റേതല്ലല്ലോ. ഞാൻ നിന്റേതല്ല, പിന്നെ ആരുടേതാ? ഞാൻ നിന്റേതാണ് വൈദേഹി. ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ വൈദേഹി പുച്ഛത്തോടും ചിരിച്ചു. ജീവൻ ഇങ്ങനെ വെറും വാക്ക് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ജീവന് ഇഷ്ടമായിരുന്നെങ്കിലും ജീവന്റെ അവകാശത ജീവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്നു. ആൾക്കുമ്പിൽ ഈ വൈദേഹി ആരുമല്ല. ആരും. ഗ്ലാസ് ഡോറിനുള്ളിലൂടെ പുറത്തിൽ നിന്ന് ആവണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈദേഹി വിങ്ങി വിങ്ങി കരഞ്ഞു. ജീവനാകെ പെട്ടതുപോലെയായി. ശരിയല്ലേ അവള് പറയുന്നു? ആ നാശം പിടിച്ചവൾ ഏത് നേരത്താണ് അവൾ കണ്ടത്? വൈദേഹി പറയുന്ന പോലെ കുറച്ചു മുമ്പ് തന്നെ വൈദേഹി കണ്ടിരുന്നെങ്കിൽ ജീവന് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നി. ആവണിയെ നോക്കുന്തോറും ജീവന്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. കഷ്ടപ്പെട്ട് കരച്ചിൽ അഭിനയിക്കുന്നതിനിടയിലും വൈദേഹി തലയിരിച്ച് ജീവനെ നോക്കി. കൊള്ള ഏറ്റിട്ടുണ്ട്. വൈദേഹി ഒന്നുകൂടെ കരഞ്ഞു പൊലിപ്പിച്ചു. എന്റെ വൈദേഹി, നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ കരയില്ലേ? ആളോളങ്ങനെ നിന്നോട്ടെ. അവൾക്ക് എന്റെ മേലെ യാതൊരു അവകാശമില്ല. എല്ലാം നിനക്ക് മാത്രമാ. നീ ഒന്ന് മനസ്സിലാക്ക്. അവള് മാത്രമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുകൂടി ഇല്ലേ? അല്ലെങ്കിൽ എന്തിനാ ജീവ ഇത്രയും പെട്ടെന്നൊരു കുഞ്ഞ് നിനക്ക്? അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയും പ്രാരാബ്ദം കുഞ്ഞൊക്കെയായി കഴിഞ്ഞാൽ നീ ഉറപ്പായി എന്നെ ഇട്ടിട്ട് പോയെന്ന് എനിക്കറിയാം. നീ ഇങ്ങനെയൊന്നും പറയില്ല വൈദേഹി. ഒരിക്കലും ഞാൻ നിന്നെ ഒഴിവാക്കില്ല മുത്തേ. ആളുടെ വയറ്റിൽ കുരുത്തതിനെ തലയിൽ ചുമക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല വൈദേഹി. അതൊരു തവണ ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ അവൾ ആ കുഞ്ഞിനെ കളയാൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന വഴി അതിന്റെ അമ്മയെ നീ സ്നേഹിക്കും. ഞാനപ്പോൾ നിനക്ക് വേണ്ടാത്തവളാ. ശരി ജീവ, ഞാൻ പോകുന്നു. എന്നെ നെഞ്ചക്കൊല്ല പൊട്ടുന്ന പോലെ തോന്നുക. വൈദേഹി അതും പറഞ്ഞിരുന്നിടന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നപ്പോൾ ജീവനവളുടെ കൈ പിടിച്ച് വലിച്ചു. നീ എങ്ങോട്ടാ വൈദേഹി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഓടിപ്പോവാൻ നോക്കുന്നത്? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും ജീവ, പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാ. ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനത്തോടെങ്കിലും ഇരിക്കായിരുന്നു. പിന്നീട് ആവണി എങ്ങനെയും ഒഴിവാക്കി നമുക്ക് കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ ഇതിപ്പോ ഞാൻ പോവാ ജീവ, ഇനി എന്നെ തടയണ്ട. അതും പറഞ്ഞ് തന്റെ കൈ മുടി വെച്ച് വൈദേഹി പോകുന്ന നോക്കിൽക്കാനേ ജീവന് പറ്റിയുള്ളൂ. ആൾ പറഞ്ഞാലും കാര്യമില്ലേ, കുട്ടിയൊക്കെ ആയാൽ വൈദേഹിയായിട്ടുള്ള ബന്ധം മുന്നോട്ടുണ്ടാകാൻ വലിയ പാടായിരിക്കും. ഇതറിഞ്ഞപ്പോൾ ആവണിയോട് താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചാണ്. പക്ഷെ അവള് സമ്മതിക്കില്ല. ഭീഷണിപ്പെടുത്തിയാണെങ്കിലും ആവണിയെ കൊണ്ട് കുഞ്ഞിനെ കളയിക്കണമെന്ന് ജീവൻ തീരുമാനിച്ചു. എന്നിട്ട് വൈദേഹി പറഞ്ഞ പോലെ ഒരു ഉപകാരമില്ലാത്ത ആ ജന്തുവിനെ തറയിൽ നിന്ന് ഒഴിവാക്കി വിടുകയും വേണം. എന്നിട്ട് വേണം വൈദേഹിയും കല്യാണം കഴിച്ച് ഇനിയുള്ള കാലം ഒരു സുഖജീവിതം നയിക്കാൻ. ആ ഓർമ്മയിൽ ജീവൻ മനോഹരമായി പുഞ്ചിരിച്ചു. എടാ, ആ പെണ്ണെന്താടാ വെടിയുണ്ട പറഞ്ഞ പോലെ പോയത്? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. പിന്നെ വരാന്ന് പറഞ്ഞ് കണ്ണൊക്കെ തുടച്ച് പോകുന്നുണ്ടായിരുന്നല്ലോ. നീ അതിനെന്തെങ്കിലും പറഞ്ഞോ? വൈദേഹി പോയി അല്പനിമിഷങ്ങൾക്കകം സുമതി ജീവന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. എങ്ങനെ പോകാതിരിക്കും? നിങ്ങളുടെ മോളും മരുമോളൊക്കെ അവൾ അങ്ങനത്തെ സ്വീകരണങ്ങൾ സ്വീകരിച്ച് അവളുമാരൊന്ന് വൈദേഹിയുടെ മിണ്ടിയോ? അഹങ്കാരം കാണിച്ചിരുന്നില്ലേ? ആൾക്ക് വിഷമമായി കാണും. അതുകൊണ്ടാ ഒന്നിന് നിൽക്കാതെ ഓടിപ്പോയത്. പാവം. ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ സുമതിയുടെ മുഖവും ഇരുണ്ടു. ജീനിയെ പറയണ്ട, ആള് കുഞ്ഞല്ലേ. പക്ഷെ മറ്റവളോ? ആൾക്കൊന്ന് കയറി ചെന്നും ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാ? അഹങ്കാരം മൂത്തിരിക്കുമല്ലേ? വരട്ടെ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. സുമതി ദേഷ്യം കൊണ്ട് പല്ലടിച്ചപ്പോൾ ജീവന് ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു. എടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നീ ഇങ്ങോട്ട് വാ. ആ സംഗീതും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ജിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണ് സംഗീത്. അവന്റെ അച്ഛൻ ജീവന്റെ ഫൈനാൻസിൽ അത്യാവശ്യം വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 3 ആഴ്ചത്തെ ലീവിന് ഇപ്പോൾ വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. സംഗീത് നല്ലൊരു ചെറുപ്പക്കാരനാണെങ്കിലും അവന്റെ അച്ഛനും അമ്മയും കുറച്ച് കൂടിയ ഇനങ്ങളാണ്.
അതറിഞ്ഞിട്ടും ജീവൻ ജിനിയെ സംഗീതത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത് അവരുടെ പണം കണ്ടിട്ട് തന്നെയാണ്. എന്നിട്ട് അമ്മ ഇപ്പോഴാണ് പറയുന്നത്, ഛേ അവരെന്ത് വിചാരിച്ചു കാണും. അത് പറയാൻ വന്നപ്പോഴാടാ ആ പെണ്ണ് ഓടുന്ന കണ്ട് പിന്നെ ആരാധങ്ങ് വിട്ടുപോയി. ജീവൻ വേഗം അവരുടെ അടുത്തേക്ക് ഓടി. ജീവൻ ചെല്ലുമ്പോൾ എല്ലായിടവും നടന്നു കാണുകയായിരുന്നു സംഗീതന്റെ അച്ഛനും അമ്മയും. സംഗീത ഒരു സെറ്റിൽ നിന്ന് ഏതോ മാഗസിൻ നോക്കുന്നു. നല്ല ആൾക്കാരാ, ഇപ്പോഴാണ് വരുന്നത്. ഉദ്ഘാടനത്തിന്റെ സമയം നേരത്തെ പറഞ്ഞിരുന്നാണല്ലോ. സംഗീതത്തിന് കൈ കൊടുത്തുകൊണ്ട് അവനോടും അച്ഛനോടും അമ്മയോടായി ജീവൻ പരിഭവപ്പെട്ടു. അയ്യടാ മോനെ, ഞങ്ങളെപ്പോ ഇറങ്ങിയാണെന്നോ, വഴിയിൽ നല്ല ബ്ലോക്ക് ആയിരുന്നേ. സംഗീതിന്റെ അച്ഛൻ വിളിക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജീവനും ചിരിച്ചു കാണിച്ചു. അവരുടെ സംസാരങ്ങൾ ഓരോ വഴിക്ക് തിരിഞ്ഞപ്പോൾ സംഗീതിന്റെ കണ്ണുകൾ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചുറ്റും തിരഞ്ഞു. ആവണിയുടെ മറവിൽ നിന്നിരുന്ന ജിനിയെ കണ്ടപ്പോൾ ഒറ്റ കണ്ണിറക്കി അവൻ ചിരിച്ചു. അത് കണ്ടപ്പോൾ ജിനി നാണം കൊണ്ട് ചുവന്നു. അടുത്തേക്ക് വായുന്നവൻ കണ്ണുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ ജിനിയിൽ നിന്ന് തലയാട്ടി. ഫോണിലൂടെ ഇടയ്ക്ക് വിളിക്കുകയും ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ടെങ്കിലും അടുത്തും സംസാരിക്കാൻ എന്തോ ഒരു വിറയൽ പോലെ. അവനപ്പോഴും ചിരി തന്നെയാണ്. രണ്ടാളുടെയും കണ്ണും കലാശവും ശ്രദ്ധിച്ച ആവണി ജിനിയെയും പിടിച്ചു വലിച്ച് സംഗീതത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവനോട് ജോലിക്കാര്യങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ ആവണി തിരക്കി. അപ്പോഴൊക്കെ ജിനി ആവണിയുടെ പിന്നിൽ തന്നെ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ഇനി നിങ്ങൾ സംസാരിക്കുക, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ജിനിക്ക് ഒന്നുകൂടെ ചെല്ലാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആവണി അവിടെ നിന്നും പോയി. ജിനി ആകെ പെട്ടുപോലെ നിന്നു. സംഗീതിനെ നോക്കുമ്പോൾ മുഖത്ത് കള്ളച്ചിരിയാണ്. എന്തിനാ ചിരിക്കുന്നേ? ആൾക്കും ചിരി വന്നെങ്കിലും അത് മറക്കാനെന്ന വണ്ണം അവനോട് നാണത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടോ, വെറുതെ വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവൾ ചുറ്റൊന്ന് പകച്ചു നോക്കി. ഇവിടെ തിരക്കല്ലേ? സംഗീത് പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പോയി സംസാരിക്കാൻ അവൾക്കൊരു ചമ്മൽ. തിരിഞ്ഞു നോക്കിയപ്പോൾ ആവണിയും കണ്ണുകൊണ്ട് അവൻ്റെ കൂടെ പൊയ്ക്കൊള്ളം കാണിച്ചു. അതുകൊണ്ട് ജിനി നടന്നു പോകുന്ന സംഗീതിന് പിന്നാലെയായി പുറത്തേക്ക് നടന്നു. സംഗീതിന്റെ അച്ഛനാളത്ര വെടിപ്പല്ലെങ്കിലും സംഗീത് ഒരു നല്ല ചെറുപ്പക്കാരനാണെന്ന് ആവണിക്ക് തോന്നിയിരുന്നു. വിവാഹ ജീവിതത്തിൽ ഭർത്താവിന്റെ കുടുംബം ഒരു ഘടകമാണെങ്കിലും ജീവിക്കാൻ പോകുന്ന അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമല്ലല്ലോ. ജിനിക്ക് സംഗീത് നല്ലൊരു പാർട്ണർ തന്നെയായിരിക്കുമെന്ന് ആവണിക്ക് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.